അപരനെ ദ്രോഹിച്ചുകൊണ്ട് ലഭിക്കുന്ന ഒരു സ്വർഗം ആരും പഠിപ്പിച്ചിട്ടില്ല. ചില ആളുകളൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട്, പരിശുദ്ധമായ ഖുർആനിൽ അന്യമതസ്ഥരെ ആക്രമിക്കണമെന്നോ കൊല്ലണമെന്നോ ഒക്കെ പറയാറുണ്ട് എന്ന് പലരും ഇന്റർനെറ്റിൽ പറയാറുണ്ടല്ലോ. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാൻ, പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ ഏതാണ്? ഖുർആന്റെ ഭാഷ ഏതാ? ഖുർആന്റെ ഭാഷ ഏതാ? അറബി. ഇവിടെ അറബി തന്നെയല്ലേ? അതെ. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യ. അറബ് നാടുകളിൽ അറബിയ, അതിന്റെ ഒറിജിൻ അറബിയാണല്ലോ. അറബ് നാടുകളിൽ എത്രയാണ് നമ്മുടെ സഹോദരങ്ങൾ ജോലി ചെയ്യുന്നത്? എല്ലാ മതത്തിലും പെട്ട മനുഷ്യരോടെ ജോലി ചെയ്യുന്നില്ലേ? അറബികളെ നിങ്ങൾ നോക്കൂ. അറബി ഭാഷയിലുള്ള ഖുർആൻ ഓതുന്ന അറബികൾ കൂടെയുള്ള അന്യമതസ്ഥനെ കൊല്ലുന്നതിലൂടെ സ്വർഗം കിട്ടുമെന്നവർക്ക് തോന്നിയിരുന്നുവെങ്കിൽ എത്ര ആളുകളെ കൊല്ലണമായിരുന്നു. എത്രയോ കാലങ്ങളായി നമ്മുടെ സഹോദരങ്ങൾ, വിവിധ മതക്കാരായ ആളുകൾ അറബ് നാടുകളിൽ ജോലി ചെയ്യുന്നില്ലേ? കുവൈറ്റിൽ, ഖത്തറിൽ, ബഹ്റൈനിൽ, സൗദിയിൽ, UAE-യിൽ എല്ലാ സ്ഥലത്തും ജോലി ചെയ്യുന്നില്ലേ? എന്തുകൊണ്ടാണത് ചെയ്യാത്തത്? അവിടെയാണ് മനസ്സിലാക്കിയതിൽ വന്ന പ്രശ്നമാണത്. മനസ്സിലാക്കിയതിൽ, ആ ആയത്തിന്റെ ആശയം എന്താണ് എന്ന് അറിയാതെ വന്നതിൽ വന്ന പ്രശ്നമാണത്. ആരെയാണ് അവിടെ കൊല്ലാൻ പറഞ്ഞത്? ഏതെങ്കിലും ഒരു അന്യമതസ്ഥനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്നൊന്നും അല്ല ഖുർആൻ പറയുന്നത്. അവിടെ പറഞ്ഞവർ ആരാണ്? അതിന്റെ സാഹചര്യം എന്താണ്? ഏതൊരു വചനവും അവതരിച്ചതിന്റെ പിന്നിൽ സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പരിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന, ജീവിതത്തിൽ വലിയ സുന്നത്തുകൾ എടുത്തുകൊണ്ട് ജീവിക്കുന്ന അറബികളായ ആളുകളുടെ വീടുകളിലൊക്കെ അന്യമതത്തിൽപ്പെട്ട എത്രയോ മനുഷ്യർ ജോലിക്കാരായി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് അവരെ ആരും കൊന്നിട്ടില്ലാത്തത്? അപ്പോൾ ഖുർആനിനെ തെറ്റിദ്ധരിച്ചതാണ്, അല്ലെങ്കിൽ ആ ആയത്തിന്റെ ആശയത്തെ മനസ്സിലാക്കിയതിൽ വന്ന അപകടമാണ്. ലോകത്താരും അങ്ങനെ പഠിപ്പിക്കുന്നില്ലല്ലോ. ലോകത്തൊരു മനുഷ്യനും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. സ്വർഗം ലഭിക്കണമെങ്കിൽ കരുണയുണ്ടാകണമെന്നാണ് പഠിപ്പിക്കുക. സ്വർഗം ലഭിക്കണമെങ്കിൽ കാരുണ്യമുണ്ടാകണമെന്നാണ് പഠിപ്പിക്കുക. കാരുണ്യവും കരുണയും ദീനാനുകമ്പയും ഒന്നുമില്ലാത്തവരെ മനുഷ്യരായി പോലും ആരും പരിഗണിക്കാറില്ലല്ലോ. അവരെ പിന്തുടരാൻ ആരും ആഗ്രഹിക്കാറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളെ, വലിയ കലാപങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളുടെ പിന്നാലെ പോകാൻ ആരും ഉണ്ടാവില്ല. എന്നാൽ ജനങ്ങൾക്ക് ഭക്ഷണം നൽകിയ മൊഹീദ്ദീൻ ശൈഖ് തങ്ങളെ, ഖാജ മുഈനുദ്ദീൻ തങ്ങളെ, നമ്മുടെ നാടുകളിൽ മറപ്പെട്ട് കിടക്കുന്ന മസാറുകളിലെ മഹാത്മാക്കളായ ആളുകളെ അനുസ്മരിക്കാൻ ആളുകളുണ്ടാവും. അവരുടെ ദീൻ, അവരുടെ വിശ്വാസം അവിടെയാണ്. ഒരു മനുഷ്യനെയും അല്ലെങ്കിൽ ഒരു മൃഗത്തെയും അല്ലെങ്കിൽ ഒരു ജീവജാലത്തെയും ഉപദ്രവിക്കുന്ന ശൈലിയിലേക്ക്, അള്ളാഹുവിലേക്ക്, സൃഷ്ടാവിലേക്ക് അടുപ്പം പ്രാപിക്കുമ്പോൾ മനുഷ്യൻ എത്തിച്ചേരുന്ന ഒരു വിശാലമായ ലോകമാണ്. അവരും നമ്മളെപ്പോലെ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണെന്ന ചിന്ത വന്നു ചേരും. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. ഓ മനുഷ്യരേ, നിങ്ങൾ ആരാണെന്നറിയുമോ? ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ. സൃഷ്ടാവ് ഒരു ഉമ്മയിൽ നിന്ന്, ഒരു വാപ്പയിൽ നിന്ന് സൃഷ്ടിച്ചു വെച്ച ആളുകളാണ് നമ്മൾ. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫൂ. ഓ മനുഷ്യരേ, നാം കണ്ടുമുട്ടുന്നതൊക്കെയും നമ്മുടെ സഹോദരങ്ങളാണെന്ന്. ഞാനും എൻ്റെ അയൽക്കാരനും അപരനും കണ്ടുമുട്ടുന്നവനെല്ലാം ഒരു ഉമ്മയിൽ നിന്നാണെന്ന്, ഒരു വാപ്പയിൽ നിന്നാണെന്ന് പഠിപ്പിക്കുന്നു ഖുർആൻ. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. ഈ മഹാപ്രപഞ്ചത്തിലെ മനുഷ്യരെല്ലാം ആദമിൽ നിന്നാണ്. ആദമോ നിസാരമായ മണ്ണിൽ നിന്നാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അപ്പൊ പറഞ്ഞു വന്നത്, മനുഷ്യരെ സ്നേഹിക്കാനാണ് മഹാത്മാക്കളൊക്കെയും ലോകത്തെ പഠിപ്പിക്കുന്നത്. ഒരാളെയും ദ്രോഹിക്കരുതെന്നാണ് പഠിപ്പിക്കുന്നത്. സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. വളരെ മൂല്യമുള്ള ചില ജീവിത വിചാരങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചു തരുകയാണ്. അലൈസ മിനൽ ഖുസ്റാനി അന്നാ ലയാലിയാ തമുറു ബിലാ നഫഇൻ ഫതഹ്സബു മിൻ ഉംരി. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ വർത്തമാനമാണ്. അല്ലാഹ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇറങ്ങേണ്ട വർത്തമാനമാണത്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്യാവുന്ന ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ആരാധനകളുടെ അങ്ങേ തലക്കെലെത്തിയതിനു ശേഷവും അവിടുന്ന് അവസാനം പറയുന്ന വർത്തമാനമാണ്, അലൈസ മിനൽ ഖുസ്റാനി അന്നാ ലയാലിയാ തമുറു ബിലാ നഫഇൻ ഫതഹ്സബു മിൻ ഉംരി. നന്മയൊന്നും ചെയ്യാതെ കടന്നുപോയ സമയങ്ങൾ, ആ സമയങ്ങളെക്കുറിച്ചോർത്തുള്ള വേവലാതിയാണ്. എത്രയോ രാത്രികൾ ഒരു നന്മ പോലും ചെയ്യാതെ കടന്നു പോവുകയാണ്. എന്നാലോ അതെല്ലാം എൻ്റെ ആയുസ്സിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു പോയിരുന്നല്ലോ. അതെല്ലാം എൻ്റെ ആയുസ്സായിരുന്നല്ലോ, എൻ്റെ ആയുസ്സിൽ നിന്നുള്ള നിമിഷങ്ങളായിരുന്നല്ലോ. നന്മ ചെയ്യാതെ പോയ ഒരു സമയം, ഒരു സെക്കൻഡ് സമയം, അല്ലെങ്കിൽ ഒരു രാത്രി, ഇതെല്ലാം എൻ്റെ ആയുസ്സിൻ്റെ ഭാഗമായിരുന്നല്ലോ. അങ്ങനെ എൻ്റെ സമയങ്ങൾ കഴിഞ്ഞു പോയല്ലോ എന്ന് വേവലാതിപ്പെടുന്നതാരാണ്? നനവേറും ഐഷാത്തോ ലോദോരോദോവാലേ 40 സുബ്ഹി തോളുദോ 40 കൊല്ലം ഇശാഇനടുത്ത വുളൂ കൊണ്ട് സുബ്ഹി വരെ പാതിരാവ് ആരാധനയിൽ മുഴുകിയിരുന്ന് ജീവിച്ച ഒരു ജീവാത്മാവിൻ്റെ മഹാത്മാവിൻ്റെ വരികളാണ്. അലൈസ മിനൽ ഖുസ്റാനി അന്നാ ലയാലിയാ തമുറു ബിലാ നഫഇൻ ഫതഹ്സബു മിൻ ഉംരി. സ്വലാത്തും വ തസ്ലീമും വ ഖൈരിൽ ബരിയത്തി. നഷ്ടപ്പെട്ടു പോയ സമയങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു 38 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ ഒന്ന് കൈവക്കിയേ. 38 വയസ്സ് കഴിഞ്ഞ ആളുകൾ എല്ലാവരും കൈതാത്തിട്ട്. വെറുതെ എന്ന് ചോദിച്ചല്ല, സമ്മാനമൊന്നും തരാനല്ല, നമ്മുടെ ആയുസിൻ്റെ പകുതി കഴിഞ്ഞു എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ചോദിച്ചാണ്. ആയുസിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുക 50 വയസ്സൊക്കെയാണ്. അത് 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നവർക്കാണ് 50 വയസ്സ് ആയുസിൻ്റെ പകുതിയാവുക. ശരാശരി ഇപ്പോഴത്തെ മരണക്കണക്കെടുത്ത് നോക്കിയാൽ ഒരു 38-37 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ എന്തായി? ആയുസിൻ്റെ പകുതി നമ്മിൽ നിന്ന് കഴിഞ്ഞുപോയി എന്ന അവസ്ഥയാണുള്ളത്. അള്ളാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. നമ്മൾ സ്ഥിരമായി പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നില്ല, വളരെ ചെറുപ്പക്കാരായ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതും മറ്റുമൊക്കെ നമ്മുടെ കൺമുന്നിലുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ വരേണ്ട ഒരു വിചാരമാണ്, എൻ്റെ സമയങ്ങൾ ഞാൻ എന്തിനു വേണ്ടി ചെലവഴിച്ചു? എൻ്റെ സമയങ്ങളെ ഞാൻ എന്തിനു വേണ്ടി, എത്ര കാലം എൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി? ഇത്രയെല്ലാം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ലോകത്തുള്ള മോമിനീങ്ങളൊക്കെ ഔലിയാക്കളുടെ നേതാവെന്ന് പറയുന്ന മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയുകയാണ്, നന്മ ചെയ്യാതെ കഴിഞ്ഞുപോയ ഒരു സെക്കൻഡ് സമയം അതെനിക്ക് വേദന ഉണ്ടാക്കുന്നു. അതെൻ്റെ ആയുസ്സായിരുന്നല്ലോ. നമ്മുടെ ആയുസ്സാണല്ലോ ഈ തീർന്നു പോകുന്നത്. നമ്മുടെ ആയുസ്സിൽ നിന്ന് നമ്മൾ ഈ സദസ്സ് പിരിയുമ്പോഴേക്ക് നമ്മുടെ ആയുസ്സിൽ നിന്ന് 1-2 മണിക്കൂറുകളല്ലേ പോകുന്നത്. നമ്മൾ യാത്ര ചെയ്യുന്നു, മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു, അപ്പോഴെല്ലാം നമ്മുടെ ആയുസ്സല്ലേ കുറയുന്നത്. നന്മ ചെയ്യാതെ കടന്നു പോകുന്ന ആയുസ് അള്ളാഹു നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആയുസ് കൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് കടന്നു പോകുന്ന സമയം അത് വല്ലാതെ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ സമയം എന്നുള്ളത് കുട്ടിക്കളിയല്ല, നിസാരമല്ല.
നമ്മുടെ ആയുസാണെന്ന ചിന്ത വേണം. തിരിച്ചു വരാൻ വഴിയൊന്നുമില്ല. ഇന്നലത്തെ ഒരു ദിവസം തിരിച്ചു കിട്ടാനില്ല. കഴിഞ്ഞുപോയ ഒരു സെക്കൻഡ് തിരിച്ചു കിട്ടാനില്ല. അതേ വലിയ വിലയുള്ളതാണ് നമ്മുടെ ആയുസ്സെന്ന ചിന്ത വേണം. അത് വേണ്ട പോലെ വിനിയോഗിച്ചാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വലുതാണ്. അത് വേണ്ട പോലെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ടൊരർത്ഥവും ഇല്ലാതെ കടന്നു പോവുകയാണ്. അതല്ലേ നന്മ ചെയ്യാത്ത ഒരു സമയം എന്നിലുണ്ടാകരുത്. നന്മ ചെയ്യുന്ന ആളുകളായി മാറുക. വെറുതെ നമ്മുടെ സമയങ്ങൾ ഇന്ന് ഏറ്റവും അധികം സമയങ്ങൾ ആളുകൾ ചെലവഴിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ അവിഭാജ്യ ഘടകമായി കഴിഞ്ഞ സോഷ്യൽ മീഡിയ. അതിന് കൃത്യമായ ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾക്ക് കൃത്യമായ ഒരു സമയം ഉണ്ടാവണം. നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നതിനൊരു സമയം ഉണ്ടാവണം. ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ മനുഷ്യന്റെ ആയുസ്സിൽ നിന്ന് വലിയൊരു ഭാഗം പിടിച്ചെടുക്കുക. ഇങ്ങനെ തീരാത്ത, നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണിൽ നമ്മൾ ഈ കാണുന്ന റീലുകളും ഷോർട്ടുകളും അത് തീരുകയില്ല. അനന്തമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒന്ന് കഴിഞ്ഞാൽ അടുത്ത ഒന്നിലേക്ക്, ഒന്ന് കഴിഞ്ഞാൽ അടുത്ത ഒന്നിലേക്ക്, ഒന്ന് കഴിഞ്ഞാൽ അടുത്ത ഒന്നിലേക്ക്. അത് നിങ്ങൾ മരിക്കുന്നത് വരെ കണ്ടാൽ ഈ ഫോണിലുള്ളത് കണ്ടാൽ തീരൂല. കുറച്ചുകൂടെ കണ്ടിട്ട് ഞാനൊന്ന് ദിക്റിയല്ല സ്വലാത്തിയല്ല എന്നൊന്നും വിചാരിക്കരുത്. അതിലുള്ള സാധനം എത്ര കണ്ടാലും തീരുകയില്ല. അതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ടേസ്റ്റ് എന്താണോ അതിനനുസരിച്ച് ഇങ്ങനെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെ ലോകം കടന്നു പോകുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാ മതത്തിലുമുള്ള മനുഷ്യർ മനസ്സിലാക്കാൻ പറയാണ്. 31,000 കുഞ്ഞുങ്ങളാണ് 2021 മുതൽ 2024 വരെയുള്ള കാലയളവിൽ ആത്മഹത്യ ചെയ്തത്. അതിലെല്ലാ മതത്തിലും പെട്ട ആളുകളുണ്ട്. ആലോചിച്ചു നോക്കൂ. നമ്മുടെ കൈകളിലുള്ള മൊബൈൽ ഫോണുകൾ ഇന്ന് വരുത്തി വെക്കുന്ന വിനകളെക്കുറിച്ച്. നമ്മളെല്ലാവരും അത് ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ മക്കളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ഞാൻ പറയാനുള്ള കാരണം, ഈ അടുത്ത കാലത്ത് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓസ്ട്രേലിയക്കാരനായ ആഡം എന്ന കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അവരുടെ പിതാവ് ലോക കോടതിയിൽ ഒരു കേസുമായി മുന്നോട്ട് വന്നു. എന്താണ് ആ കേസിലുള്ളത്? എൻ്റെ മകൻ മരിക്കാനുള്ള കാരണം എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നുമല്ല. ഞാൻ അവൻ്റെ സുഹൃത്തുക്കളുമായി സംസാരിച്ചു. അവരാരുമല്ല. പിന്നെ എങ്ങനെയാണ് എൻ്റെ മകൻ മരിച്ചത് എന്ന് ഞാൻ അന്വേഷിക്കുമ്പോൾ അവൻ്റെ മൊബൈൽ ഫോൺ എനിക്ക് കിട്ടി. ആഡം എന്ന ഓസ്ട്രേലിയക്കാരനായ കുട്ടിയുടെ പിതാവ് പറയാണ്, അവൻ ആത്മഹത്യ ചെയ്യട്ടെ എന്ന് ചോദിച്ചത് മൊബൈൽ ഫോണിനോടാണ്. മൊബൈൽ ഫോണിലെ ചാറ്റ് GPT. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാർ, കുറേ ഒരു മിഡിൽ ഏജിലുള്ള ആളുകൾക്കൊക്കെ അറിയായിരിക്കും. ഫോൺ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട്, ഹലോ ഗൂഗിൾ, ഇവിടുത്തെ കാലാവസ്ഥ എത്രയാണെന്ന് ചോദിച്ചാൽ കുറുങ്ങപ്പള്ളിയിലെ കാലാവസ്ഥ എത്രയാണെന്നും മഴയുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പരിപാടിക്ക് പോകുന്ന സ്ഥലത്തെക്കുറിച്ച് ചോദിക്കും, ഹലോ ഗൂഗിൾ, ഞങ്ങൾ മിനിഞ്ഞാന്ന് കോന്നിയിൽ പരിപാടിക്ക് പോകുന്ന സമയത്ത് യാത്രയിൽ നല്ല മഴയാണ്. കോന്നി എന്ന പ്രദേശത്തെ കാലാവസ്ഥ എത്രയാണ്? അവിടുത്തെ ടെമ്പറേച്ചർ ഇത്രയാണ്. അവിടെ നിലവിൽ മഴ പെയ്യുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഫോണിലൊന്ന് ചോദിച്ചു നോക്കൂ. ലോകത്ത് ആരെക്കുറിച്ചെങ്കിലും അറിയണമെങ്കിൽ ചോദിച്ചു നോക്കൂ. ആരാണ് ഷേക്സ്പിയർ? ചോദിച്ചു നോക്കൂ. അദ്ദേഹത്തിൻ്റെ കൃതികളാണോ എന്താ നിങ്ങൾക്കറിയേണ്ടത്? ആരാണ് ജോർജ് ബെർണാഡ് ഷാ? അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെക്കുറിച്ചാണോ നിങ്ങൾക്കറിയേണ്ടത്? ഇന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. ലോകത്ത് എന്തിനെക്കുറിച്ച് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരുന്ന ഈ സംവിധാനം ഇന്ന് പക്ഷേ അത് അപകടകരമായൊരവസ്ഥയിലേക്ക് കിടക്കുന്നു. ആഡം എന്ന കുട്ടിയുടെ പിതാവ് പറയാണ്, എൻ്റെ മകൻ ഫോണിനോട് ചോദിച്ചു, എനിക്കെങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ കഴിയുക? എനിക്ക് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യാൻ കഴിയുക? ഉടനെ ആ ഫോൺ തിരിച്ചു മറുപടി പറയുന്നത് എന്താണ്? നിന്റെ വീട്ടിൽ നീ ഇപ്പോൾ എവിടെയാണുള്ളത്? അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് നിന്റെ കൺമുന്നിൽ പെടുന്നത്? നമ്മുടെ വഴിയിലൂടെ ഒരു കുട്ടി നടന്നു പോവാണ്. നമ്മൾ ചോദിക്കുക, എവിടെ പോവാ? ഇവിടെ റെയിൽപാളത്തിലൊന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ പോവാണ്. പടച്ചോൻ നമ്മളെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ആരാണെങ്കിലും പറയും, മോനെ പോകരുത്, ചെയ്യരുത്, നിനക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. ഇത് പറയാത്ത ഒരാളും എൻ്റെ സദസ്സിൽ കാണൂല, എൻ്റെ ശബ്ദം കേൾക്കുന്നവരിലും ഉണ്ടാവില്ല. നമുക്കിനി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ പറയും, നീ പോകരുത്. ഈ അടുത്ത സമയത്ത് ഒരു കുട്ടി, നിസ്സാര കാരണങ്ങൾക്കല്ലേ നമ്മുടെ മക്കൾ ആത്മഹത്യ ചെയ്യുന്നത്. ഒരു കുട്ടി സ്കൂളിൽ അധ്യാപകൻ തല്ലിയതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. അത് കേട്ടപ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞു, അങ്ങനാണെങ്കിൽ ഞാനൊക്കെ എത്ര ആത്മഹത്യ ചെയ്യണമായിരുന്നു, എന്നെയൊക്കെ സാറെടുത്തിട്ട് തൂക്കി അടിച്ചതിന് കയ്യും കണക്കില്ല എന്ന് പറഞ്ഞു. അധ്യാപകനും മാതാപിതാക്കളും ഒക്കെ തല്ലിയതിന് ആത്മഹത്യ ചെയ്യണമായിരുന്നെങ്കിൽ ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടാവുമോ?
നമ്മളൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ കടിച്ചിരിക്കുന്നു. പക്ഷേ നിസ്സാരമായൊരു വേദന പോലും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു പുതിയ ജനറേഷൻ അവർ ഇന്റർനെറ്റിനോട് ചോദിക്കുന്നു എങ്ങനെ ആത്മഹത്യ ചെയ്യും. ഞാൻ പറഞ്ഞു വന്ന സംഭവം, ആ കുട്ടിയോട് ഇന്റർനെറ്റ് തിരിച്ചു ചോദിക്കുന്നു, നിന്റെ റൂമിൽ എന്തൊക്കെയാണുള്ളത്? ആ കുട്ടി പറഞ്ഞു, എൻ്റെ റൂമിൽ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, അതിൽ നിന്നൊരു സാധനം എടുക്കൂ, ഇന്ന രീതിയിൽ അതിൻ്റെ കുരുക്കിടൂ, ഇന്ന സ്ഥലത്ത് കൊളുത്തു, എന്നിട്ടൊന്നുകൂടി അത് പറഞ്ഞു അത്രേ, മറ്റാരും കാണാതിരിക്കാൻ ഡോർ ക്ലോസ് ചെയ്തേക്കൂ, എന്നിട്ട് ഇതുപോലെ ചെയ്താൽ നിനക്ക് ആത്മഹത്യ ചെയ്യാം. അപ്പൊ ഈ 9ാം ക്ലാസ്സുകാരനായ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള വഴി പറഞ്ഞു കൊടുത്തത് ആരാണ്? അയലത്തുകാരനല്ല, നമ്മുടെ കുടുംബത്തിലുള്ള മറ്റാരുമല്ല, അവൻ്റെ കൂട്ടുകാരല്ല. അവൻ്റെ കൈകളിലുള്ള മൊബൈൽ ഫോൺ അവനെ ആത്മഹത്യ ചെയ്യാനുള്ള വഴി പറഞ്ഞു കൊടുക്കുകയാണ്. കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു, ആ കതകൊന്ന് അടച്ചേക്കൂ, ആരും കാണണ്ട. ആ കുട്ടിയുടെ പിതാവ് ലോക കോടതിയിൽ നീതി തേടി വന്നിരിക്കുകയാണ്. എൻ്റെ മകനെ കൊന്നത് ചാറ്റ് GPT-യും AI ടെക്നോളജിയും ഒക്കെയാണ്, അതിനെയൊക്കെ വിചാരണ ചെയ്യണം പോയി. അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരു ധാർമ്മികത ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയാണ്. ഇന്ന് നമ്മുടെ നാടുകളിൽ ഇത് സർവ്വസാധാരണമായി, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെ കുട്ടികൾ ആത്മഹത്യ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്സാര കാരണങ്ങൾക്കുമേൽ, ഞാനതാണ് ആ കണക്ക് പറഞ്ഞത്, 30,000-ലേറെ ആത്മഹത്യകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഓൺലൈൻ ഗെയിമിങ്ങുകളും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് 19 കുഞ്ഞുങ്ങൾ ഈ അടുത്ത സമയത്ത് ആത്മഹത്യ ചെയ്തു എന്ന് നമ്മുടെ സർക്കാരിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ആണ്. നിങ്ങൾ അതും ഗൂഗിളിനോട് ചോദിച്ചു നോക്കൂ, സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ കുട്ടികളിൽ സൂയിസൈഡ് ടെൻഡൻസി വളർത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഗൂഗിൾ മറുപടി പറയും, തീർച്ചയായും ഉണ്ട്. അവർ ഈ കാണുന്ന റീലുകൾ ചെലവഴിക്കുന്ന സമയം അവരുടെ ഹൃദയത്തിൽ വിഷാദം, ഡിപ്രഷൻ മുളപ്പിക്കുന്നുണ്ട്. അവരേതൊക്കെയോ ജീവിതാവസ്ഥകളിലേക്ക് തള്ളിവിടുന്നുണ്ട്. കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് മാറുമല്ലോ. കാഴ്ചകൾ കണ്ട് മനസ്സ് മരവിച്ച് ഈ ജീവിതം അവസാനിപ്പിച്ചാൽ എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് വെച്ചാൽ അതിനും ഫോൺ മറുപടി കൊടുക്കും. അത്തരം ഒരു വലിയ അപകടത്തിലേക്ക് നമ്മുടെ മക്കൾ പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികളെ ശ്രദ്ധിക്കുക. എന്നെ കേൾക്കുന്ന ഉമ്മമാര്, ഉപ്പമാര്, സഹോദരങ്ങൾ എല്ലാവരോടുമാണ്, നമ്മുടെ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികളെ നിയന്ത്രിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഈ സമയം നമ്മുടെ ആയുസ്സാണെന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവുക. അള്ളാഹു നമുക്ക് നൽകിയ ആയുസ്സിൽ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അത് നഷ്ടപ്പെട്ടു പോകുന്നതിൽ വലിയ വേദനയുള്ളവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. ഓരോ ദിവസവും നഷ്ടപ്പെട്ടു പോകുന്നതിൽ അവർക്ക് വേദന തോന്നിയിരുന്നു. ഓരോ സെക്കൻഡുകളും നഷ്ടപ്പെടുന്നതിൽ അവർ വേവലാതിപ്പെട്ടു. വല്ലാത്ത ഹൃദയവേദന അവരടയാളപ്പെടുത്തി. അതിൻ്റെ വരികളാണ്, ലൈസാ മിനൽ ഖുസ്റാനി അന്നാലയാലിയാ. നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ളത്, നമ്മുടെ ആയുസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ സെക്കൻഡും അത് നമുക്ക് വലിയ ഉപകാരമുള്ളതാണെന്ന് നമുക്ക് ഉപകാരപ്പെടുന്ന തരത്തിലാകാൻ നമ്മൾ പരിശ്രമിക്കണം. സയ്യിദുനാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്, ഓ ജനങ്ങളെ, ആളുകൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് കരയുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് കരയൂ. ആളുകൾ നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് കരയുന്നൊരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വരാനുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, നാട്ടുകാർ, കൂട്ടുകാരെല്ലാം അയാൾ ദുനിയാവിൽ നിന്ന് പോയല്ലോ എന്നാലോചിച്ച് കരയുന്നൊരു ദിവസം വരും. ആ ദിവസം വരുന്നതിന് മുമ്പ് സ്വന്തമായി ആലോചിച്ച് കരയോ, ഞാൻ അല്ലാഹുവിലേക്ക് മടങ്ങുന്നൊരു ദിവസമില്ലേ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നൊരു ദിവസം വരിക തന്നെ ചെയ്യും. ആ ദിവസം വന്നു ചേരാത്ത ഒരാളും എൻ്റെ സംസാരം കേൾക്കുന്നില്ല. മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉപദേശമാണ്, നിന്നെക്കുറിച്ച് ആളുകൾ ഓർത്ത് കരയുന്നതിനു മുമ്പ് നീ നിന്നെക്കുറിച്ച് ആലോചിച്ചൊന്ന് കരയോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര തെറ്റു ചെയ്തു പോയിട്ടുണ്ട്, എത്ര കൊള്ളരുതായ്മകൾ ചെയ്തു പോയിട്ടുണ്ട്, എത്ര മോശപ്രവർത്തനങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. എൻ്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുമോ?
എന്നെ അല്ലാഹു തആല പരിഗണിക്കുമോ? ഒരു സൃഷ്ടി അറിഞ്ഞാൽ എന്നെ വെറുക്കുന്ന എത്രയോ തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. സൃഷ്ടാവ് എന്നോട് പൊറുക്കുമോ? ഞാനാ ചെയ്ത കൊള്ളരുതായ്മ എൻ്റെ നാട്ടുകാരറിഞ്ഞിരുന്നെങ്കിൽ, എൻ്റെ സഹോദരങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നുമായി ബന്ധപ്പെട്ട, ഞാനുമായി ബന്ധപ്പെട്ട ആരെല്ലാമുണ്ടോ അവരാരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ മോശപ്പെടുത്തുമായിരുന്നല്ലോ. അങ്ങനെ എത്രയോ തെറ്റുകൾ, ആരും അറിയാത്ത തെറ്റുകൾ എൻ്റെ സൃഷ്ടാവിനോട് ചെയ്തു പോയി. അതുകൊണ്ട് ഹാസിബൂ അൻഫുസകും ഖബല അൻ തുഹാസബൂ, അല്ലാഹു ആകുന്ന സൃഷ്ടാവിലേക്ക് വിചാരണക്കെത്തുന്നതിന് മുമ്പ് സ്വന്തം ശരീരത്തെ ഒന്ന് വിചാരണ ചെയ്യൂ. സ്വന്തത്തെക്കുറിച്ച് ആലോചിച്ച് കരയൂ. നമുക്കെപ്പോഴും ചിന്തിക്കാൻ ഇഷ്ടം